ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 10ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. വീണ്ടെടുപ്പ്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന അറിയപ്പെടുന്ന എല്ലാവരും വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് എപ്രകാരമാണ് ദൈവത്തിന് മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി ഒരുക്കിയത്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിച്ചതല്ല. മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുക എന്ന പദ്ധതി പെട്ടെന്ന് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായതല്ല. ഇത് ദൈവത്തിൻ്റെ നിരന്തരമായ നിത്യമായ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിക്കാനായിട്ട് ദൈവം നിത്യതയിൽ വെച്ച് തന്നെ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ട് ദൈവം വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ, അതായത് ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരു പുതിയ ലോകത്തിലേക്ക് നോഹയും കുടുംബത്തെയും പ്രവേശിപ്പിച്ചു. അവരിൽ 3 മക്കൾ ഷേം, ഹാം, യാഫേത്ത് എന്നിവരുണ്ടായി. അവരുടെ കുടുംബമുണ്ടായി. ജലപ്രളയത്തിന് ശേഷം ആദ്യ കുടുംബ വികസനം മനുഷ്യവർഗം രൂപപ്പെട്ടു. അതുവരെയുള്ള ജനം മുഴുവൻ തകർക്കപ്പെട്ടു. ഇങ്ങനെ അബ്രഹാമിൻ്റെ സന്തതിയായ ഷേം, ഹാം, യാഫത്ത് എന്നിവരിൽ ഷേമിലൂടെയാണ് അബ്രഹാമിൻ്റെ ഈ ഒരു ജനനം ഉത്ഭവിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തെക്കുറിച്ചുള്ള പരാമർശനം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയും ഉൽപ്പത്തി 22-ാം അധ്യായം 15 മുതൽ 18 വാക്യങ്ങളിലും കാണും. ദൈവം അബ്രഹാമിനോട്, മക്കളില്ലാത്ത അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനമാണ്. 75ാമത്തെ വയസ്സിലാണ് ദൈവം ഈ വാഗ്ദാനം കൊടുക്കുന്നത്. അബ്രഹാമിനെ കുടുംബത്തിലെ സകല പശ്ചാത്തലത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതിന് ശേഷം ദൈവം അബ്രഹാമിനെടുത്ത വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ 2 ഘടകങ്ങളുള്ളതായിട്ട് നമ്മൾ കണ്ടു. ഒന്നാമത്തത്, ഞാൻ നിങ്ങളെ വലിയൊരു ജാതിയാക്കും, ഈ ദേശം നിങ്ങൾക്ക് തരും. അപ്പോൾ ജാതി, ദേശം എന്ന ആദ്യത്തെ ഘടകം. അതോടൊപ്പം തന്നെ ഈ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ, ഒരു ആത്മീക സന്തതിയായി വരാൻ പോകുന്ന വ്യക്തിയിലൂടെ മറ്റൊരു വലിയ ദേശം മുഴുവൻ കിട്ടാൻ പോവുകയാണ്. ഇതാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഇതെപ്രകാരമാണ് ചരിത്രപരമായി വികസിച്ച് വരുന്നത് എന്ന് കാണിക്കുകയാണ് പഴയ നിയമം. ആദ്യത്തെ വാഗ്ദാനമായ നിങ്ങൾ വലിയ ജാതിയാക്കും, ഈ ദേശം നിങ്ങൾക്ക് ലഭിക്കും, ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ വാഗ്ദാനം നിവൃത്തിയായതിൻ്റെ ചരിത്രരേഖയാണ് പഴയ നിയമം. രണ്ടാമത്തെ ഘടകമായ ആത്മീക സന്തതി, നിന്റെ സന്തതിയിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആ വാഗ്ദാനം എങ്ങനെ നിറവേറ്റപ്പെട്ടു എന്നതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ വാസ്തവത്തിൽ ബൈബിളിൻ്റെ പ്രമേയം തന്നെ. ഒന്ന് പഴയ നിയമത്തിൽ പൂർത്തിയായി. അവർ കൊടുക്കാൻ ദേശം മുഴുവൻ കൊടുത്തു. യഹൂദന്മാർ ലോകത്തിൽ വളരെ ശക്തിയുള്ള ജനമായി മാറി. ഇത് പഴയ നിയമത്തിലെ നിവൃത്തിയാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിലെ ആദ്യ ഘടകം അതിലൂടെ നിവൃത്തിയാപ്പെട്ടു. ഒരു വാഹനത്തിന് പല ഘടകങ്ങളുള്ളതുപോലെ ഈ വാഗ്ദാനത്തിലും പല ഘടകങ്ങളുണ്ട്. നമ്മളൊരു വാഹനത്തെ പല വശകഷങ്ങൾ, അതിൻ്റെ ചേസിസ്, അതിൻ്റെ വീലുകൾ, അതിൻ്റെ ബ്രേക്ക്, അതിൻ്റെ ലൈറ്റുകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരു വാഹനത്തിലുണ്ട്. അത് പല കഷ്ണങ്ങളിൽ മാറ്റിയാൽ നമുക്കങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദാനത്തിൽ പല ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനം നിറവേറ്റപ്പെട്ടത് കാണിക്കുന്നത് പുതിയ നിയമത്തിൽ വ്യക്തമായി കാണിക്കും. ചില വാക്യങ്ങൾ നമ്മൾ ഇതിനകം തന്നെ പഠിച്ചു കഴിഞ്ഞു. പ്രവർത്തന പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 26 വരെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ദൈവം പൗലോസ് അപ്പോസ്തലനോട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ വാഗ്ദാനം ക്രിസ്തുവിൽ നിവൃത്തിയായി. ആ വാഗ്ദാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ആത്മീക സന്തതിയായി ലോകത്തിലേക്ക് വരുന്ന ക്രിസ്തുവിൻ്റെ നിവൃത്തിയാക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പാപമോചനം. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം മനുഷ്യന് കിട്ടാൻ ലോകത്തിൽ എത്രമാത്രം കോടിക്കണക്കിന് സ്വത്തുണ്ടായാലും അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കിട്ടിയില്ല എങ്കിൽ അവൻ വാസ്തവത്തിൽ ശൂന്യനാണ്, അവൻ പാപ്പരാണ്, പരാജിതനാണ്. അതോടൊപ്പം തന്നെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 6 മുതൽ 7 വാക്യങ്ങളിൽ ചങ്ങല ധരിച്ച് നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പരാജനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെ പേരിലാണ് ഞാൻ വിസ്തരിക്കപ്പെടുന്നത്. എന്താണ് ഇസ്രായേലിൻ്റെ പ്രത്യാശ? അത് സുവിശേഷമാണ്. സുവിശേഷത്തിലൂടെയാണ് ദൈവങ്ങൾക്ക് പ്രത്യാശ നൽകപ്പെടുന്നത്. ആ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യാശയുണ്ട്. അതെവിടെയാണ്? സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശ വീണ ഭൂമിയിലാണ്. നമ്മൾ വലിയ രാജ്യമാകും, നമ്മൾ ഉയർന്നു വരും. അതൊക്കെ കർത്താവ് യേശു ക്രൂസിൽ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനോടുള്ള ആ പ്രത്യാശ എല്ലാം അവസാനിച്ചു. പഴയ നിയമത്തിൽ കൃത്യമായി പറയും, യോശുവയുടെ പുസ്തകത്തിലൊക്കെ അവസാന ഭാഗത്ത് കൃത്യമായി പറയുന്നു, ദൈവം അവർക്ക് നൽകാമെന്ന് പറഞ്ഞ സകല വാഗ്ദാനം ഒന്നുപോലും നിഷ്ഫലമാകാതെ ദൈവം നിവർത്തിയാക്കി.
ഇനി കടമില്ല. ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം കൊടുത്ത് ദേശത്ത് വലിയ പക്ഷെ അവർ ജനങ്ങൾ ഈ വിഗ്രഹാരാധനയിലും ദൈവനിഷേധത്തിലുമൊക്കെ വീണുപോയത് കൊണ്ട് ദൈവത്തിന് പിന്നീട് അവരെ സഹായിക്കാൻ പറ്റിയില്ല. അനുഗ്രഹത്തിൽ വരെ ശാപമായി മാറിയവർ ചങ്ങല ധരിച്ച് 2 രാജ്യങ്ങൾ അവരെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ ആത്മീയ സന്തതി, ആ യേശുക്രിസ്തു എന്ന ആത്മീക സന്തതിയിലൂടെ ലഭിക്കാൻ പോകുന്നൊരു വലിയ അനുഗ്രഹം ആത്മീക അനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ ദേശം കിട്ടുമെന്ന് അനുഗ്രഹമില്ല, ഭൂമിയിൽ വലിയ ജനതയായി മാറുമെന്നല്ല, ദൈവമക്കളായി മാറും, സ്വർഗത്തിലേക്ക് വേണ്ടിയൊക്കെ പ്രവേശനമുണ്ടാകും. ഇതാണ് ഇസ്രായേലിൻ്റെയും പ്രത്യാശയായിരിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് ഞാൻ വിസ്തരിക്കപ്പെടുന്നതെന്ന് പറയും. അപ്പോൾ ചോദ്യം നമ്മൾ കേട്ടു, ഇനി ഇസ്രായേൽ ജനത്തിന് വേണ്ടി യഹൂദന്മാർക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? വ്യക്തമായി നമ്മൾ കേട്ടു, അങ്ങനെ ഒന്നും ഇനി അവശേഷിക്കുന്നില്ല. സുവിശേഷം മാത്രമാണ് അവർക്കുള്ള ഉത്തരം. സുവിശേഷം അനുസരിക്കാൻ അവർ തയ്യാറായാൽ അതിലടക്കുന്ന വാഗ്ദാനവും ആ പ്രവചനവും അവർക്ക് നിവൃത്തിയാകാം. അവർക്ക് എന്തെങ്കിലും അനുഗ്രഹിക്കുമ്പോൾ ഇനി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശുവിൽ ഒരു വിശ്വസിക്കാനായിട്ട് സാധിക്കുക. ഇപ്പം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഒരു പരാജയമായിരുന്നോ എന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കൂടുതലായിട്ട്. ഇതിൽ പറഞ്ഞതൊക്കെ കഴിഞ്ഞ പാഠങ്ങൾ രാജശയങ്ങളാണ്. ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പരാജയമായിരുന്നു. ഒരു വലിയ തെറ്റ് ലോകമെങ്ങും പരന്നിട്ടുള്ളത് കർത്താവ് യേശു ക്രിസ്തു ഒരു രാജ്യം സ്ഥാപിക്കാൻ, ഒരു രാഷ്ട്രീയമായ രാജ്യം സ്ഥാപിക്കാൻ യഹൂദന്മാർക്ക് വേണ്ടി കടന്നു വരികയും, പക്ഷേ അത് ആ രാജ്യം ഒരു പ്രവചനമായിരുന്നു, ഒരു വാഗ്ദാനമായിരുന്നു. അത് സ്ഥാപിക്കാൻ യേശു കടന്നു വന്നു. പക്ഷേ യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല, തള്ളിക്കളഞ്ഞു. ഈ ദുരുപദേശത്തെ ന്യായീകരിക്കുന്നവർ പറഞ്ഞു വരുത്തുന്നത് അങ്ങനെയാണ്, യേശുവിനെ കഴിവില്ലാത്തവനാണ്. ജനങ്ങളുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി യഹൂദന്മാരുടെ ആഗ്രഹം പോലെ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കാൻ, ശലോമോന്റെയും മറ്റു ദാവീദിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സുവർണ രാജ്യം സ്ഥാപിക്കാനാണ് കർത്താവ് യേശു ആഗ്രഹിച്ച് വന്നത്. പക്ഷേ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യേശുവിന് തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല. താൻ ഉദ്ദേശിച്ച രാജ്യം, ഭൗതിക രാജ്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർ പറയുന്ന കർത്താവ് രണ്ടാമത് വരുമ്പോൾ, ഈ ദുരുപദേശം പറയുന്നവരുടെ വ്യാഖ്യാനമാണ്. എന്താ ദുരുപദേശം? ക്രിസ്തു ആദ്യം കടന്നു വന്നു, രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു, പക്ഷേ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് യേശു രാജ്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല. പക്ഷെ തൽക്കാലത്തേക്ക് താൻ ആദ്യത്തെ പ്രധാന ഉദ്ദേശം പരാജയപ്പെട്ടുവെങ്കിലും തൽക്കാലത്തേക്ക് ദൈവം സ്ഥാപിച്ചതാണ് സഭ. ഇതാണ് അക്കൂട്ടർ പറയാൻ ആഗ്രഹിക്കുന്നത്. സഭ സ്ഥാപിച്ചു, ഒരു തരത്തിൽ വന്ന പ്രവൃത്തിയെ പിടിച്ചു നിർത്തി മറ്റൊന്ന് ചെയ്തു. ഈ കങ്കാരുൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ശിശു ഏതെങ്കിലും കാരണവശാൽ പുറത്തു വീണുപോയാൽ മറ്റൊരു ശിശു ഇതിനകം തന്നെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. മറ്റേ ആദ്യത്തെ ശിശു, ഉള്ളിലുള്ള ശിശു, ആ സന്ധ്യക്കുള്ളിലുള്ള ശിശു വളരുകയാണെങ്കിൽ രണ്ടാമത്തെ ശിശു കാത്തിരിക്കുന്ന രണ്ടാമത്തെ ശിശു പിന്നെ പുരോഗമനം പ്രാപിക്കില്ല. അങ്ങനെ സംവിധാനം കങ്കാരുൻ്റെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ കർത്താവ് യേശു കടന്നു വന്ന ഉദ്ദേശം സ്ഥാപിക്കാത്തത് കൊണ്ട് സഭ സ്ഥാപിച്ചു. അത് പിന്നെ അവർ പറയുന്നത്, ഈ കൂട്ടർ പറയുന്നത്, യേശു രണ്ടാമത് വരുമ്പോൾ യഹൂദന്മാർ യേശുവിനോട് സഹകരിക്കും. യഹൂദ സഹകരിക്കുകയും അങ്ങനെ താൻ ഉദ്ദേശിച്ച രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. എത്രമാത്രം അറിവില്ലായ്മയാണ്, തിരുവെഴുത്തുകൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടുവന്ന പരാജയമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ സത്യം എന്താണ്? യഹൂദന്മാർ കർത്താവ് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? യഹൂദന്മാർ ആഗ്രഹിച്ച തരത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി, ഭൗതികമായ ലക്ഷ്യത്തോടുകൂടി അവർ പ്രവർത്തിക്കണമെന്ന് യഹൂദന്മാർ ആഗ്രഹിച്ചു. രാഷ്ട്രീയ ഉദ്ദേശം, ഭൗതികമായ ലക്ഷ്യം, യേശു അതിൽ കൂട്ടുനിൽക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചത്. ഈ യഹൂദ പുരുഷന്മാർ ചെയ്യുന്നതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ കൃത്യമായിട്ട് തെളിവ് തരുന്നുണ്ട്. യോഹന്നാൻ 6:14-15. അപ്പോൾ യേശു അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് 5000 പുരുഷന്മാർക്ക് ആഹാരം ഒരുക്കി. അപ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുമുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. അതിനുശേഷം 15-ാം വാക്യം യോഹന്നാൻ 6, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ ഉദ്ദേശിക്കുന്ന യേശുവിനെ രാജാവാക്കണം. അതുകൊണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനും ഈ 12 കൊട്ട നിറച്ച ആഹാരം ശേഖരിക്കുവാനും ഒക്കെ വെറും 5 അപ്പവും 2 മീനും കൊണ്ട് ഈ മനുഷ്യന് ഇത് സാധിക്കുമെങ്കിൽ ഒരു വാള് പോരെ ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്താൽ കോടിക്കണക്കിന് വാളുകൾ ഉണ്ടാകും, കോടിക്കണക്കിന് മറ്റ് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാം. ഈ വ്യക്തിയിലുള്ള ശക്തി എത്ര അപാരമാണ്. ഈ വ്യക്തി നമ്മുടെ രാജാവായി നമ്മൾ ഭരിക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ പൂർവ്വകാലത്തുണ്ടായിരുന്ന ശലോമോന്റെ കാലം പോലെ നമ്മളെ ആർക്കും പിന്നെ തൊടാൻ പറ്റില്ല. ഈ ഉദ്ദേശത്തോടെയാണ് അവർ യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ ശ്രമിച്ചത്. ഇത് യേശു അറിഞ്ഞു. യേശുവിനോട് ആരും ഒന്നും പറഞ്ഞതല്ല, യേശുവിനെ അറിയാം എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോഴാണ് പിന്നെ ഇറങ്ങി താഴെ വന്നത്.
അവിടെ ഉദ്ദേശത്തിന് വിട്ടുകൊടുത്തു. എനിക്കൊരു രാജാവാകണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ വന്നെങ്കിൽ ഇതിനേക്കാളൊരു സുവർണ്ണ അവസരം പിന്നെ ഉണ്ടോ? ശരി, ഞാനാകാം എന്ന് പറയല്ലേ വേണ്ടേ? യേശു രാജാവാകാനല്ല വന്നത്, യേശു ആത്മീക രാജാവാണ്. ആത്മീക അനുഗ്രഹം നമുക്ക് തരാനാണ് വന്നത്. ഇതാണ് യേശു അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം തന്നെ. സോ യേശു ക്രിസ്തു അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യത്തെ സ്ഥാപിക്കാൻ കൂട്ടുനിന്നില്ല. അപ്പോൾ അവർക്ക് യേശുവിൻ്റെ വിരോധം വർദ്ധിച്ചു. കർത്താവ് യേശുവിൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഉദ്ദേശിച്ചത് നിവർത്തിക്കാൻ കടന്നു വന്നത് നഷ്ടപ്പെട്ട് കിടക്കുന്ന മാനവ ജനതയ്ക്ക് രക്ഷ കൊടുക്കാനാണ്, കാണാതെ പോയതിനെ രക്ഷിക്കാനാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തിക്കായിട്ടാണ്. ഇപ്പം ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ വാഗ്ദാനം, രക്ഷയുടെ വാഗ്ദാനം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്രമാത്രം കഷ്ടതകളും വേദനകളും അനുഭവിച്ച് ദൈവപുത്രനായ യേശു നമ്മുടെ നടുവിൽ കടന്നു വന്നത്. ഇത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്ക് വേണ്ടി ഇനി ഒന്നും ദൈവം വെച്ചിട്ടില്ല. അവർക്ക് രണ്ടാമതൊരു ചാൻസ് പോലുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ബൈബിൾ ദൈവം എന്നെ ശരിക്കും മനസ്സിലാകാത്തത്, ക്രിസ്തു ഇങ്ങനെയുള്ള രാജാവായിട്ടാണ് വന്നത്, ഇത് മനസ്സിലാക്കാത്തവർക്ക് ഇനി എന്താ ഇനിയുള്ളത്? ഇതിനേക്കാളും വലുതൊന്നുമില്ല. യേശുവിനെ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി ഇനി എന്താ ഉള്ളത്? കത്തിക്കരിക്കുന്ന ലോകത്തിൽ എന്തോ സമ്പാദിച്ചു തരിക്കൂട്ടിയിട്ട് അത് അവസാനം അവരോടൊപ്പം അത് നശിച്ചു പോകും. അവരവസ്ഥയിൽ ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല. ഇസ്രായേലിൻ്റെ പ്രത്യാശ, അവരിനി എന്തെങ്കിലും പ്രത്യാശ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ മശീഹയായിട്ട് വന്ന യേശുവിനെ സ്വീകരിക്കുകയും യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് ആ പ്രത്യാശയുടെ പങ്കാളികളാകുകയും വേണം. ഒരു പ്രധാനപ്പെട്ട ഒരു വേദഭാഗ വിഷയം പഠിപ്പിക്കുന്നത് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 13 മുതൽ 20 വരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വേദഭാഗമാണ്. എബ്രായർ 6:13 വാക്യം. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട്, തന്നെക്കാൾ ദൈവത്തെക്കാൾ വലിയവനാരുമില്ല. നമ്മൾ സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കൊച്ചുകുട്ടികളും കൊച്ചു മുതിർന്നവരൊക്കെ എൻ്റെ അപ്പൻ്റെ നാമത്തിൽ, എൻ്റെ അമ്മയുടെ നാമത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ ആ മുതലാളിയുടെ പേരിൽ വലിയവരെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്, എന്നാലേ അടുത്ത പാർട്ടി വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യും. ഇന്ന് സത്യം ചെയ്ത് അനുവദിച്ചിട്ടില്ല മനുഷ്യരോട്. ദൈവം അബ്രഹാമിൻ്റെ ചെയ്ത വാഗ്ദാനം അബ്രഹാമിന് ബോധ്യം കിട്ടണം. ദൈവം ഞാൻ എൻ്റെ നാമത്തിൽ നിന്നോട് സത്യം ചെയ്യുകയാണ്, നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ വാഗ്ദാനം നീ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞ വാക്ക് സത്യമാണ്, ഞാൻ കള്ളം പറയില്ല. സത്യം ചെയ്ത് തന്നെക്കൊണ്ട് നീ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അരുളി ചെയ്തു. ഉൽപ്പത്തി 22-ാം അധ്യായത്തിലാണ് ആ വാക്യം. അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ദീർഘക്ഷമ 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് വാഗ്ദാനം കൊടുത്തത്. ആ വാഗ്ദാനം നിവൃത്തിയാകുന്നത് 90-ാമത്തെ വയസ്സിൽ ആണ്. ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ. പിന്നെ യാക്കോബിലൂടെ യഹൂദയിലൂടെ കർത്താവ് യേശുവിൻ്റെ ആഗമനം. ആ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തോടെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി തരില്ല. ക്ഷമ വേണം, കാത്തിരിക്കണം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടുള്ള മനുഷ്യർ സത്യം ചെയ്യുന്നത് ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിനെയും തീർച്ചയാകും. ഈ ആണയിടും, ഓത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഞാൻ നന്നായിട്ട് ഭരിച്ചോളാം, ഒന്നിലും കൈയിട്ട് വാരില്ല, മറ്റ് പ്രായമുള്ളവരെ ബഹുമാനിക്കാം, വിവാഹം കഴിക്കാൻ ഭാര്യ ഭർത്താവുമായി ചെയ്യുന്ന മണവാളൻ മണവാട്ടി ദൈവസന്നിധി നിന്നുകൊണ്ട് വാഗ്ദാനങ്ങൾ ചെയ്യും, ഉറപ്പെടുക്കും, ഓത്തെടുക്കും, പരസ്പരം സ്നേഹിച്ചോളാം. അങ്ങനെ അത് പറയുന്ന പോലെ അവർക്ക് ഉറപ്പിനായി സകലവാദത്തിൻ്റെ തീർച്ച എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഓത്ത് എന്ന് പറയുന്നത്. വാഗ്ദാനത്തിൻ്റെ തീർച്ചയാണ്. അതുകൊണ്ട് ദൈവം വാഗ്ദത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച്, ഇത് കാണിക്കാതെ ദൈവത്തിന് പറഞ്ഞ സത്യമാണ്, പാറയാണ്. ആൾക്കാരെ പറയുന്നതനുസരിച്ച് പോയാൽ മണലിലാണ്, വെള്ളത്തിൽ ചവിട്ടുന്ന പോലെയാണ്, താന്നുപോകും. പക്ഷെ ദൈവവചനത്തെ അനുസരിക്കാൻ തയ്യാറായാൽ പാറയിൽ നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാൽ ഉറപ്പ് കൊടുത്ത് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഘോഷിക്ക് പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാകുന്നു. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാണ്. കാരണം അവിടെ യേശുവുണ്ട്. അവിടേക്ക് യേശു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്ക് മഹാവിരോധനായി നമുക്ക് മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശു സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതേക്കുറിച്ച് മരിച്ചിട്ട് പിന്നെ നമ്മളെ മറന്നു കളയാം, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കാര്യം പഠിക്കോ എന്നല്ല ക്രിസ്തു പറയുന്നു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞാനിവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അവിടെ വരണം, പ്രാർത്ഥനയിൽ അവിടെ എത്തണം,
ഞാൻ പറഞ്ഞ വചനങ്ങളും സത്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് അനുസരിക്കണം. എങ്കിൽ നിങ്ങൾ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, പലർക്കും ഇതിൻ്റെ അർത്ഥം പോലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഒരു നീണ്ട ഭാഗം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇത് വായിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് ചെയ്ത വാഗ്ദാനമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ കണ്ടു വരുന്നത്. ഇവിടെ ദൈവം വളരെ ശക്തമായ രീതിയിലാണ് പ്രബോധിപ്പിക്കുന്നത് വാഗ്ദത്തത്തിൻ്റെ സന്തതികളോട്, അതായത് ദൈവമക്കളോട്. വാഗ്ദത്തത്തിൻ്റെ അവകാശികൾ ദൈവമക്കളായ നമ്മളാണ്, പുതിയ വിശ്വാസികളാണ്. അവർ മാത്രമേ വാഗ്ദത്തത്തിൻ്റെ അവകാശം പ്രാപിക്കൂ. അത് ലഭിക്കുന്ന സ്വർഗത്തിൽ എത്തുന്നത് വരെ. സ്വർഗമാണ് വലിയൊരു വാഗ്ദാനം ഇവിടെ. അത് യേശുക്രിസ്തുവിൽ ഉള്ളവർക്കുള്ളതാണ്, ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. ആ വാഗ്ദാനം മാറ്റമില്ലാത്തതാണ്, ഉറപ്പുള്ളതാണ്, നിശ്ചയമുള്ളതാണ്, തീർച്ചയുള്ളതാണ്. അത് ദൈവം ഒരു ഉറപ്പും കൊടുത്തു. ദൈവം തൻ്റെ നാമത്തെ ഉറപ്പ് വന്നു. നിങ്ങൾ സുവിശേഷം കേട്ട് സ്നാനപ്പെടുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും, ജീവപുസ്തകത്തിൽ പേര് തരും. ദൈവത്തിൻ്റെ നാമത്തിലാണ്. അതാണ് ക്രിസ്തുലോകത്തോട് അപ്പോസ്തലന്മാരായിരിക്കും പറഞ്ഞു. ആ കൽപ്പന വചനം അനുസരിക്കാൻ തയ്യാറാകുന്നവർക്ക് ദൈവം തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയപ്പെടും. അത് പലർക്കും സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും വീണ്ടും സംശയം വരും. ദൈവത്തിൻ്റെ വാക്കിന് ഒരു ഉറപ്പുമില്ല. ദൈവം പറഞ്ഞ സത്യമാണെന്നൊരു നിശ്ചയമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ ദൈവം ഉറപ്പ് കൊടുത്ത് തീർച്ച കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലാണ് ദൈവം വാഗ്ദാനം കൊടുത്തത്. ഉൽപ്പത്തി 22 16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നീ അബ്രഹാമിനോടാണ് വിളിച്ചരുളി ചെയ്ത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനെ മകനെ തരുവാൻ മടിക്കായി കൊണ്ട്. ദൈവം പറഞ്ഞതുപോലെ സ്വന്തം മകനെ കൊടുക്കാൻ. അത് ഇതുവരെ മക്കളില്ല, ആദ്യജാതനാണ്. ദൈവം അത് ഇത്രയും 100 വയസ്സ് കഴിഞ്ഞു അബ്രഹാമിന്. അപ്പോഴാണ് ദൈവം ഈ യുവാവായി തീർന്ന അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന് ഞാൻ കഴിക്കാൻ പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് താൻ അപ്പോൾ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊന്നും അബ്രഹാം പറഞ്ഞില്ല. തനിക്ക് സന്തതി കിട്ടിയ ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഈ സന്തതിയുടെ ശരിക്കുള്ള പിതാവ് ദൈവമാണ്, ശരിക്കുള്ള ഉറവിടം ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവം തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ? കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? വേറെ വലിയ ദുരന്തമായി തീരും പിന്നീട്. അബ്രഹാമിനോട് ചോദിച്ച അബ്രഹാം മടിച്ചില്ല. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വാർത്ഥരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ്, നീ ഈ കാര്യം ചെയ്തു. കുഞ്ഞിനെ കൊന്നില്ല, കൊല്ലാൻ അനുവദിച്ചില്ല ദൈവം. ദൈവം കൊടുത്ത സന്തതിയാണിത്. പക്ഷെ അബ്രഹാമിൻ്റെ അനുസരണത്തെ ഉറപ്പിച്ചു, ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു. ദൈവത്തിന് അബ്രഹാമിൻ്റെ സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹം കുഞ്ഞിലേക്ക് തിരികരുത്. അബ്രഹാം ദൈവത്തെ മറന്ന് കുഞ്ഞിലേക്ക്, എൻ്റെ കുഞ്ഞ്, എൻ്റെ പ്രിയപ്പെട്ട സന്തതി, എൻ്റെ മകൻ എന്ന ചിന്ത വന്ന അപകടമാണ്. താമസിയാതെ ദൈവത്തെ കൈവിടും. നീ കാര്യം ചെയ്ത് നിന്റെ ഏകജാത വാക്കോട് അബ്രഹാമിൻ്റെ കൊണ്ട് സംസാരിക്കുന്നത് ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവിനെ പോലെ നിന്റെ ഇതൊക്കെ യേശുവിൻ്റെ ക്രൂസിലെ മരണത്തിന് എന്തെഴുതാണ്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ, അതായത് യേശുക്രിസ്തു വരാൻ പോകുന്ന സന്തതിയെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ കടലിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും എന്നിവിടെ വ്യക്തമായി വാഗ്ദാനം ചെയ്യും. അപ്പം ഒരു വാഗ്ദാനം ദൈവം കൊടുത്തു. എന്നിട്ട് ആ വാഗ്ദാനത്തെ ഉറപ്പിനായി ദൈവം തൻ്റെ നാമത്തിൽ ആണയിട്ടു. ഈ വാഗ്ദാനം ഞാനാണ് തന്നതെങ്കിൽ ഞാനത് നിവർത്തിയാക്കുമെന്ന ഉറപ്പ്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ യേശുവിനെ അയച്ചത്. യേശു വന്നപ്പോൾ യേശു പരാജയപ്പെട്ടതല്ല. യേശുവിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. എത്ര ദുരുപദേശങ്ങളാണ്. അതും പിൻപറ്റ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുമുണ്ട്. അപ്പോൾ അവിടെ വാഗ്ദാനം ചെയ്തു, വേറെ ഉറപ്പ് കൊണ്ട് ആണയിട്ട് ഉറപ്പിച്ചു കൊടുത്തു. വേറെ മാറിപ്പോകാത്ത 2 കാര്യങ്ങൾ. അത് ഒന്ന് വാഗ്ദാനം, ഒന്നാണ്. വാഗ്ദാനത്തിന് മാറ്റം വരില്ല, ആണയ്ക്ക് മാറ്റമില്ല. അതാണ് മാറിപ്പോകാത്ത 2 കാര്യം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഒറ്റ വലിയ പ്രത്യാശയും ബലവും പ്രബോധനവും ശക്തിയുമാണ് ഈ കാര്യങ്ങൾ. പ്രത്യാശയ്ക്കായി ഓടി വരുന്ന നമ്മുടെ ശരണത്തിനായി പിടിക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ വാഗ്ദാനവും അതിൻ്റെ നിവൃത്തിയൊക്കെ സംഭവിക്കുകയുള്ളൂ. ആ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്. ആ പ്രത്യാശ, സ്വർഗമെന്ന പ്രത്യാശ, സ്വർഗത്തിലേക്ക് ദൈവത്തെ കാണാമെന്ന പ്രത്യാശ ഇവിടെ നമ്മുടെ ആത്മാവിനെ പിടിച്ചേർത്തുന്നതാണ്. അത് സ്ഥിരമുള്ളതാണ്, സ്വർഗത്തിലുള്ളതാണ്. അവിടെയാണ് കർത്താവ് ഇപ്പോഴുള്ളത്. നമ്മുടെ മുമ്പിൽ പോയിരിക്കുകയാണ്, നമുക്ക് വഴിയൊരുക്കാൻ പോയിരിക്കുകയാണ്. സ്വർഗത്തിലാണ് നമ്മുടെ ആ നങ്കൂരം അവിടെ കിടക്കുന്നത്. അവിടെ യേശു നമുക്ക് വേണ്ടി ഉണ്ട്, നമുക്ക് വേണ്ടി വാദിക്കാം, പക്ഷവാദം ചെയ്യാം. അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടും, അവിടെ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ദുരുപദേശത്തിൽ വീണ്ടു പോകരുത്.
നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണ്. ഭൂമി നമുക്ക് കഷ്ടമുണ്ട്. അല്ലാതെ നിവൃത്തിയാകാൻ കഴിയാത്ത ഒരു വാക്കിലല്ല നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. സത്യമായി സംഭവിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്നാനപ്പെട്ട പാപവിനം ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മത്തായി 28, മർക്കോസ് 14 അനേക വാക്കുകൾ. അതാണ് ഞാൻ ഈ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ. ദൈവവിശ്വാസം ഇല്ലാത്തവർ ഒരിക്കലും സ്നാനമേൽക്കാൻ തയ്യാറാകില്ല. വേറെ അസൗകര്യങ്ങളൊന്നുമല്ല, ദൈവവിശ്വാസമില്ല. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലേ സ്നാനപ്പെടണമെന്ന കൽപ്പന മനസ്സിലാക്കുമ്പോൾ ഒട്ടും മടിക്കാതെ സ്നാനപ്പെടുകയും. ഭൂമിയിൽ മാത്രം നിൽക്കുന്ന പ്രത്യാശ കൊണ്ട് നിൽക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ലോകത്തിലുള്ള ഏതെങ്കിലും മഹത്വമോ തേജസ്സല്ല. ഇവിടെ 1000 വർഷം ജീവിക്കാമെന്നൊന്നുമല്ല. എന്ത് തന്നെയായാലും അതൊന്നും ഒരു ദൈവത്തിലാക്കില്ല. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാന നിവൃത്തിയാണ് ഈ സ്വർഗീയ പ്രത്യാശ. നമുക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. ഈ വർഷത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ്. ഇപ്പം ക്രിസ്തുവാണ് ഇതിനുള്ള ഉത്തരം, നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാശയുടെ ഉത്തരം. ക്രിസ്തു ദൈവ വാഗ്ദാനം നിവൃത്തിയാക്കി നമുക്ക് സ്വർഗീയ പ്രത്യാശ തന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ ഉവ്വ് എന്നാണ്. നമുക്ക് പ്രത്യാശയുടെ കാരണം യേശുവാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി കൊലോസ്യർക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്ത. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്, കെട്ടിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊലോസ്യർ 1:27 വാക്യത്തിലും പൗലോസ് അവരോട് പറയുന്ന ഇപ്രകാരമാണ്. വളരെ പ്രധാനപ്പെട്ട പുസ്തകമായ കൊലോസ്യ ലേഖനത്തിൽ എൻ്റെ 1-ാം അധ്യായത്തിൽ 27 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രത്യാശ യേശുവാണ്, യേശുവിലാണ് പ്രത്യാശ. കൂടാതെ 27 വാക്യത്തിൽ അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നമ്മുടെ മഹത്വം, നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണതയായ മഹത്വത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വേണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വേണം, വ്യക്തമാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ സമ്മറി എന്ന് പെട്ടെന്ന് പറയാം. പുതിയമ വ്യക്തമായി ഉറപ്പിക്കുന്ന ഒരു സത്യമാണ് അബ്രഹാമിനുള്ള വാഗ്ദാനം യേശുക്രിസ്തുവിൽ നിവൃത്തിയായി. അതോടൊപ്പം പാപമോചനം എന്നുള്ളതാണ് ആ വാഗ്ദാനത്തിൻ്റെ മറ്റൊരു ഘടകം. ആത്മീയ സത്യത യേശുക്രിസ്തുവിടെ സംഭവിച്ചത് അതാണ്. ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാന നിവൃത്തി, അതോടൊപ്പം പാപമോചനം. മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അത് ഈ വാഗ്ദാനത്തോടും ബന്ധപ്പെടണം. പ്രവചനങ്ങളെല്ലാം വാഗ്ദാനത്തോട്. പഴയത്തിൽ 39 പുസ്തകങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ യേശുവിലേക്കാണ്. യേശുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനെ പോലെ പഴയമത്തിൽ 39 പുസ്തകങ്ങളുടെ ഇത് കാണിച്ചു തന്നു. ക്രിസ്തുവിനാണ് ഈ വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിവൃത്തിയാകുന്ന അത് പാപമോചനം എന്ന പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. ഇപ്പോൾ പുതിയ വളരെ വ്യക്തമായിട്ട് വരുന്ന യഹൂദന്മാർക്കും യവനന്മാർക്കും ഈ ഒന്നായി തീരാൻ, ഒരു ശരീരമായി തീരാൻ കഴിയുന്നത് ക്രിസ്തുവിൽ വരുമ്പോഴാണ്. അവരാണ് വാഗ്ദാനത്തിൻ്റെ അവകാശികൾ. ഈ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വത്തിൻ്റെ അവകാശികൾ ഇന്ന് യഹൂദന്മാരല്ല. അവർക്ക് അവസരം കൊടുത്തു, അവർക്ക് വേണ്ടാത്ത പറഞ്ഞ് അവസാനം പ്രവാസികളായി. ഒരു കൂട്ടർ 10 കൂട്ടർ നശിച്ചുപോയി, 2 കൂട്ടർ സംരക്ഷിക്കപ്പെട്ടു, അവരുടെ യേശു വന്നു. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് നാം വാഗ്ദത്വത്തിൻ്റെ മക്കൾ എന്ന പ്രയോഗത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏക വാഗ്ദാനം, അബ്രഹാമിനെടുത്ത ഒറ്റ വാഗ്ദാനം. പക്ഷേ അതിൽ 2 ഘടകങ്ങളുണ്ട്. വാഗ്ദാനങ്ങളെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുക. പുതിയ നിയമം പലപ്പോഴും സംസാരിക്കുന്ന അബ്രഹാമിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാഗ്ദാനങ്ങളെന്നും അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെന്നും വാഗ്ദത്തം എന്നും ഒറ്റ സിംഗുലർ ബഹുവചനത്തിലും ഏകവചനത്തിലും പരാമർശിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ എഴുത്തുകാർ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൃത്യമായി പറയുമ്പോൾ ദ പ്രോമിസ് എന്ന് പറയുമ്പോൾ ദി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മാത്രം ഊന്നി പറയുന്നതാണ്. ഏക വാഗ്ദത്തമാണ്. അത് നമ്മൾ ഗലാത്യർ 3:14 നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ കാണാം. ഈ വാഗ്ദാനങ്ങൾ എല്ലാം പൂർണ്ണമായി നിവൃത്തിയായി, അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകട്ടെ. റോമലേഖനം 9:4. റോമലേഖനം 9:4 വാക്യം. ഒരു വിഷയക്കാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന 1-2 തവണ വീണ്ടും കേട്ടു നോക്കും. ഇത് വളരെ വളരെ സുപ്രധാനമായ അടിസ്ഥാന സത്യങ്ങളാണ്, കട്ടിയായുള്ള ആധാരങ്ങളാണ്, പത്യ ഉപദേശമാണ്. റോമർക്ക് ലേഖനം 9:4 യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ് അവരുടെ വിശേഷതകൾ എന്താണ്. അവർ ഇസ്രയേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. അബ്രഹാമിൻ്റെ സന്തതി പരമയാണ് യഹൂദന്മാർ, എബ്രായ ജനം. അവർക്കാണ് വാഗ്ദാനം. അബ്രഹാമിലൂടെ ലഭിച്ച വാഗ്ദാനം അവർക്കാണ്. അതേ പുസ്തകം റോമലേഖനം 15:8 പറയുന്നത് ഇങ്ങനെയാണ്. റോമർ 15:8 അന്യോന്യം കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞിട്ട് പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ പ്ലൂറൽ ബഹുവചനമാണ്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, ആ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായിട്ട് വന്നു. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ്. അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ, അവർക്ക് വഴി കാണിക്കുവാൻ, അവരുടെ കണ്ണു തുറക്കാനാണ്
പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളുടെ പൂർണ്ണതയായി യേശു വന്നത്. അവിടെ ആ വാക്ക് 2 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു വാക്യം ഗലാത്യ ലേഖനം 3:16. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും ബഹുവചനത്തിലല്ല ഏകവചനത്തിൽ ഉപയോഗിക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ച്. എന്നാൽ അബ്രഹാമിനും അവൻ്റെ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയവരെ പരാമർശിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതിക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കുന്ന ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്. എന്നിട്ട് അവിടെ തന്നെ പറയും, നമ്മൾ കണ്ടുപിടിക്കേണ്ട, അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രഹാമിനോട് നൽകുന്ന ആത്മീക സന്തതി എന്ന വാഗ്ദാനം ഇസാക്കിനെ യാക്കോബിനെ കുറിച്ചോ പിന്നീട് വന്ന പൂർവ്വപിതാക്കന്മാരെ കുറിച്ചൊന്നുമല്ല. ആ സന്തതി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് അബ്രഹാമിൻ്റെ പരമ്പരയിൽ വരാൻ പോകുന്ന, യഹൂദ ഗോത്രത്തിൽ നിന്ന് വരാൻ പോകുന്ന യേശു ക്രിസ്തു എന്ന രാജാവിനെയാണ്, യേശുവിനെ കുറിച്ചുള്ളതാണ്. വളരെ വ്യക്തമായൊരു ഉദാഹരണമാണ്. അപ്പോൾ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളുടെ 2 ഭാഗങ്ങൾ. ഒന്ന് രാഷ്ട്രം, ദേശം എന്ന വാഗ്ദാനം, അത് നിവൃത്തിയായി. ഇനി അതിനുവേണ്ടി ദൈവ മക്കൾക്കുള്ള രാജ്യം സ്ഥാപിക്കും എന്ന് ഇനി കാത്തിരിക്കരുത്. ആത്മീയ രാജ്യം ദൈവത്തിൻ്റെ സഭയാണ്. രാജ്യം അവർക്ക് സ്ഥലം കൊടുത്തു ദൈവം, യോശുവ 24-ാം അധ്യായം. പക്ഷെ അവരത് നിഷ്ഫലമാക്കി, തള്ളിക്കളഞ്ഞു. ഇനി അവർക്കൊരു രാജ്യവുമില്ല. അവർ ചിതറിച്ചു ദൈവം. ആ ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ അവരായിരിക്കും. യേശുവിനെ സ്വീകരിക്കാൻ സ്നാനപ്പെടാൻ തയ്യാറായാൽ ഒരു ദൈവമക്കളാണ്. അവർ ശരിക്കുള്ള ഒലിവ് കൊമ്പാണ്. അവർ വെട്ടിക്കളഞ്ഞ ദൈവം അവരെ തിരിച്ച് ഒട്ടിക്കാൻ വളരെ എളുപ്പമാണ്. എബ്രായ ലേഖനം 6:12. അപ്പോൾ ഒരു വാഗ്ദാനത്തിന് 2 ഘടകങ്ങൾ നമ്മൾ കണ്ടു. അബ്രഹാം എടുത്ത വാഗ്ദാനം ഏക വാഗ്ദാനമാണ്, പക്ഷെ 2 ഘടകങ്ങൾ: ദേശം, രാജ്യം. മറ്റൊന്ന് ആത്മീയ സന്തതി. 2 നിവൃത്തിയായി. എബ്രായർക്ക് ലേഖനം 6:12 വാക്യം. എബ്രായർ 6:12. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ മടിച്ച് നിൽക്കുന്ന അവസ്ഥ, വിശ്വാസത്താലും ദീർഘക്ഷമയാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിരിക്കും. അതാണ് അബ്രഹാമിൻ്റെ സന്തതികൾ. അബ്രഹാമിന് വാഗ്ദാനം കിട്ടിയതെപ്പോഴാണ്? 75-ാം വയസ്സ്. അത് നിവർത്തിയപ്പോഴാണ്? 100-ാമത്തെ വർഷം. 25 വർഷം കാത്തിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്കുണ്ടെങ്കിൽ ആ വാഗ്ദാന നിവർത്തിക്കായി ക്ഷമയോടെ, ദീർഘക്ഷമയോടെ, അത് അബ്രഹാമാണ് തെളിവ്. അതിന് കാത്തിരിക്കണം, വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ. സ്വർഗത്തിൽ ദൈവം നമുക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണും, ദൈവത്തെ അവിടെ ആരാധിക്കും. അത് കാത്തിരിക്കണം. അവസാനം അയ്യോ ഇത്ര നാളെ കാത്തിരുന്നു, ഇന്നും കിട്ടിയില്ലല്ലോ, അങ്ങനെ വേറെ വഴിക്ക് തിരിയരുത്. അതൊന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വേറെ വഴിക്ക് തിരിയും. കർത്തൻ്റെ സഭ വിട്ട് മാറിപ്പോകുന്നവരുടെ പ്രശ്നം അതാണ്. തിരുവനുസരിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിന് ഒരു സഭയേ ഉള്ളൂ. എബ്രായർ 7:6. എബ്രായർ 7:6 പറയുന്നത്: എന്നാൽ അവരുടെ വംശാവലി ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. അപ്പോൾ മെൽക്കിസേദെക്ക്, ഇതാണ് അവിടുത്തെ വിഷയം. മെൽക്കിസേദെക്ക് മാതാവില്ല പിതാവെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയില്ലാതെ ഉണ്ടായ ആളൊന്നുമല്ല. ബൈബിളിൽ രേഖയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അസാധാരണ വ്യക്തിത്വമാണ്. ഒരേ സമയത്ത് രാജാവും ഒരേ സമയത്ത് പുരോഹിതന്മാർ. അങ്ങനെ ആരും ഉണ്ടാകില്ല യേശു അല്ല. ഇവൻ ശാലേം രാജാവാണ്, അതോടൊപ്പം മഹാപുരോഹിതനാണ്. ദൈവപുസ്തകത്തിലാണ് പൗരോഹിത ശുശ്രൂഷയെക്കുറിച്ച് ആദ്യമായി പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഒരു പുരോഹിതനുമാണ്, രാജാവുമാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഇവിടെ പറയുന്ന 7:6 ഈ എന്നാൽ അവരുടെ വംശാവലി, അതായത് വംശാവലി ഉണ്ടായിട്ടില്ല അതുവരെ, വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചു വയ്ക്കുന്നു. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നത് അബ്രഹാമാണ്. ആ അബ്രഹാമിനെ മെൽക്കിസേദെക്ക് എന്ന മനുഷ്യൻ അനുഗ്രഹിക്കുകയാണ്. മെൽക്കിസേദെക്ക് ക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ ഇത് മെൽക്കിസേദെക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് കിട്ടിയ വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചത് സത്യമാണ്. അപ്പോൾ ശരിക്കും അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിൽ പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം കർത്താവ് യേശു എന്ന ആ അവസ്ഥയിൽ, ആ സത്യത്തിൽ പൂർത്തിയാവുകയാണ്. ഇത് ചുരുക്കമായി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുതിയ നിയമം ബഹുവചന രൂപത്തിലെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തമായി തിരിച്ചറിയുന്നു. അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിലെ പല ഘടകങ്ങൾ അതിലുണ്ട് എന്നുള്ള സത്യമാണ്. അത് പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാം യേശുവിൽ ചുറ്റിപ്പറ്റിയുള്ളതാണ്. സകല വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെട്ടത് യേശുവിലാണ് നിറവേറ്റപ്പെട്ടത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. അപ്പം ഈ വാഗ്ദാനം, ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനം, അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞ വാഗ്ദാനം ലോകം മുഴുവൻ ഒരു അനുഗ്രഹം കൊണ്ടുവരേണ്ട കാരണമാണ്. ഭൂമി മുഴുവൻ അനുഗ്രഹിക്കുള്ള കാരണമാണ് അബ്രഹാമിൻ്റെ സന്തതി. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശനമാണ്. ക്രിസ്തുവിലൂടെയാണ് മനുഷ്യവർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ പാപമോചനങ്ങളിലേക്ക് ഒരുക്കപ്പെട്ടത്. രണ്ടാമത്, ഈ വാഗ്ദാനം പറയുന്നത് പുതിയ നിയമത്തിലെ ആ ഏക വാഗ്ദാനം എന്ന വാക്കിലാണ്. ഏക വാഗ്ദാനം, അതിൽ പല ഘടകങ്ങളുണ്ടെങ്കിലും ഏക വാഗ്ദാനം, ഈ വാഗ്ദാനമാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശ, വാഗ്ദാനം. മൂന്നാമത്, ദൈവം വീണ്ടെടുപ്പ് ഒരുക്കുക മാത്രമല്ല,
അത് പ്രവചിക്കുക കൂടെ ചെയ്യും. വീണ്ടെടുപ്പ് പ്രവചനമായിരുന്നു. ഒരു പ്രവചനം സക്രിയാവിൻ്റെ കാലത്ത് സക്രിയാവിൻ്റെ പുസ്തകം പറയും, ഒരു പാപക്ഷമയ്ക്കുള്ള ഉറവ തുറക്കപ്പെടും. അപ്പോൾ നിന്നിൽ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവസാനമായി പ്രവാചകന്മാർ സംസാരിച്ച ഈ ഘടകങ്ങൾ ആ ഏക വചനത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വികസനമാണ്. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞത്. അപ്പം അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനം ബൈബിൾ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. പഴയമ എന്തിനാണ് നൽകപ്പെട്ടത്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുതിയമ മാത്രം, ആ പുസ്തകങ്ങൾ മാത്രം ഭൂമി തന്നാൽ പോരെ? എന്താണ് പഴയ നിയമം? നിഴലായ പഴയ നിയമം. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യമായി പുതിയമത്തെ മനസ്സിലാക്കാനാണ്. ക്രിസ്ത്യാനിത്വം പുതിയ ക്രിസ്ത്യ പെട്ടെന്ന് ഉത്ഭവിച്ചല്ല. പഴയമത്തിലെ പിതാക്കന്മാരുടെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയാണ്. അതുകൊണ്ട് യേശു ക്രൂസിൽ കിടക്കുമ്പോൾ സകലവും നിവൃത്തി എന്ന് പറഞ്ഞ ചെറിയ വാക്കിനകത്ത് ഉൾക്കൊള്ളുന്ന ആശയം ബൃഹത്താണ്, ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. സകലവും നിവൃത്തിയായി. ഇപ്പോൾ കർത്താവ് യേശു എന്ന ദൈവത്തിൻ്റെ മനസ്സുകളുടെ ഏക വ്യത്യസ്തനിലൂടെ, ഏകനാമത്തിലൂടെ ഏറ്റവും വലിയ വീണ്ടെടുപ്പ് നൽകപ്പെട്ടു. ഇപ്പോൾ മനുഷ്യൻ നേടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പാപമോചനം. അല്ലെങ്കിൽ ഇവിടെ അധ്വാനമൊക്കെ ഇവിടെ തീരും. പാപമോചനം അത് നമ്മെ സ്വർഗത്തിലെത്തി വിശുദ്ധന്മാരുടെ ഗണത്തിലിടും. വിശുദ്ധന്മാരുടെ അവകാശം പ്രാപിക്കും. ക്രിസ്തുവിലെ എല്ലാം നിവൃത്തിയായി. യഹൂദന്മാരായി ജീവിക്കേണ്ടി വന്നവർ ഇനി ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഇനി ഒരിക്കലും ഒരു വലിയ രാജ്യമാകില്ല. ഇനി ലോകത്തിൻ്റെ അബദ്ധമാണ്. പല രാജ്യങ്ങളെ പിന്തുണയ്ക്കും. കാരണം അവർ യുദ്ധവീരന്മാരാണ്. സത്യമെന്താണ്? അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ദൈവം നൽകിയ വാഗ്ദാനം വ്യക്തമായി കാണിക്കുന്നു. യഹൂദന്മാർക്ക് ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. അവർക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ലോകരക്ഷകനായ അബ്രഹാമിൻ്റെ സന്തതിയായ കർത്താവ് യേശുവിൽ അടിയറ വയ്ക്കണം. യേശുവിനെ വിശ്വസിക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അല്ലാതെ അവർക്ക് വേറെ ഒരു നന്മയുമില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഈ സത്യം കണ്ടു. ഒരു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. നിക്കോദീമോസിനെ പോലെ രാത്രിയാണെന്നേ ഉള്ളൂ. യേശുവിൻ്റെ അടുക്കൽ വന്നു. അവന് മനസ്സിലായി യഥാർത്ഥ പ്രത്യാശ യേശുവാണ്. ഈ വന്നത് മശിഹയാണ്. ബാക്കി ആരും സമ്മതിച്ചില്ല. കുറച്ചുപേര് സമ്മതിച്ചവരുണ്ട്. അവരിൽ നിന്നാണ് അപ്പോസ്തലന്മാരുണ്ടായി. ബാക്കിയുള്ളവരെ അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അവരുടെ ലോകപ്രകാരമുള്ള പ്രതീക്ഷകൾക്ക് വിരോധമായിരുന്നു ക്രിസ്തു പറഞ്ഞതെല്ലാം. ക്രിസ്തു കയറി വന്നത് കഴുതപ്പുറത്താണ്. സമാധാനക്കാരൻ വരുന്നത് കഴുതപ്പുറത്താണ്. യുദ്ധം കുതിക്കുന്നവരാണ് കുതിരപ്പുറത്ത് പോകുന്നത്. അവരുടെ ചിന്തകൾക്ക് വിപരീതമായി മാറി. ഇതോടെ യേശുവിനെ അവർ ശത്രുവായി കണ്ടു. യേശുവിനെ കൊല്ലാൻ കൂട്ടുനിന്നും കൊല്ലുകയും ചെയ്തു. പക്ഷേ ദൈവ പദ്ധതി മറ്റൊന്നായിരുന്നു. 3-ാം നാൾ അവിടെ ബന്ധനങ്ങളെ തകർത്ത് ലോകരക്ഷകൻ എഴുന്നേറ്റ് വന്നു. ദൈവങ്ങളെ സഹായിക്കുന്ന തുടരാം. അടുത്ത പാഠം ഈ ജാതി ദേശം എന്ന വാഗ്ദാനത്തിൻ്റെ വിശദീകരണമാണ്. നേഷൻ ലാൻഡ് പ്രോമിസ്. അതിൻ്റെ വിശദീകരണമാണ് അടുത്ത പഠനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവങ്ങളെ സഹായിക്കട്ടെ.